അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ബീഫ് കറിയാണ് വെക്കുന്നത്. അത് നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ബീഫ് കറി വെക്കുന്നത്. അത് നമ്മൾക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് സബോള 4 എണ്ണം, തക്കാളി 1 എണ്ണം, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഒരു കായയാണ് ആവശ്യം. ഇതിന് പ്രധാനമായിട്ട് ഒരു കായയാണ് വേണ്ടത്. കായ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾക്ക് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾക്ക് ഫസ്റ്റ് ബീഫ് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് നമുക്ക് ഒരു കുക്കറിലേക്ക് നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു പകുതി സബോള അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുക. ഒരു പകുതി തക്കാളി അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് അരച്ച് വെച്ച പേസ്റ്റിൽ നിന്ന് 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി എന്നിവ നമ്മൾക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ഇനി മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു 3 സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 കിലോൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. 2.5 സ്പൂണ് മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾക്ക് കരിഞ്ഞു പോവാതെ ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. കളറ് ബ്രൗൺ കളർ ആവണം. കരിഞ്ഞും പോകാൻ പാടില്ല. കളർ വ്യത്യാസം വരുമ്പോൾ നമ്മൾക്ക് കരിഞ്ഞു പോകാത്ത രീതിക്ക് നമ്മൾക്ക് ഇളക്കി കൊടുത്ത് സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുത്ത് ഓഫാക്കിയ ശേഷം കുറച്ചും കൂടി ഇളക്കി കൊടുക്കുക. ഈ പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുക. ഇതിൽ നിന്ന് 2 സ്പൂണ് നമ്മൾക്ക് ബീഫിലിട്ട് കൊടുക്കുക. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല കൈ കൊണ്ട് തിരുമ്പിയെടുക്കണം. ഇതിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് നല്ല തിരുമ്പിയെടുക്കുക. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ലപോലെ ഒന്നും കൂടി തിരുമ്പി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ബീഫ് കറി വയ്ക്കുമ്പോൾ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് നമ്മൾക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫുള്ളിലൊരു വിസിൽ, സിമ്മിലൊരു വിസിലെടുത്താൽ മതി. നമുക്ക് ബീഫും അത്ര വെന്താൽ മതി. നമുക്ക് സബോളകളും പച്ചമുളക്, കറിവേപ്പില, തക്കാളി എല്ലാം കൂടി നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഇതാണ് അടുത്ത ജോലി. എനിക്ക് തക്കാളി പോരാത്ത പോലെ ഉണ്ടായപ്പോൾ ഒരു കുഞ്ഞു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്.
കായയുടെ നമുക്ക് സൈഡെല്ലാം അരിഞ്ഞെടുത്ത് അതിനെ 4ആയി മുറിക്കുക. ഫസ്റ്റ് 2ആക്കുക, പിന്നെ ഒരു ഇടയിൽ ഒന്നും കൂടി മുറിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ ഷേപ്പിലാണ് നമ്മൾ കായ മുറിക്കേണ്ടത്. ഒരുപാട് കനത്തിൽ മുറിക്കാൻ പാടില്ല. ഒരു നേരിയ കനത്തിലാണ് നമ്മൾക്ക് കായ മുറിക്കുന്നത്. ഒരു പാൻ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് സബോള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില എന്നിവ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കുക. പാകത്തിന് ഉപ്പും കൂടി നമ്മൾ ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഈ സബോള വാടാനുള്ള ഉപ്പിടുക. എന്നിട്ട് വഴറ്റുക. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിൻ്റെ പേസ്റ്റും കൂടിയിട്ട് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി നല്ല ഉടഞ്ഞ് നല്ല വെന്ത് കിട്ടണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച പൊടി ഇട്ട് കൊടുക്കുക. മസാലപ്പൊടി നമ്മൾ ഗരം മസാലപ്പൊടി ബീഫിൽ 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 1/2 സ്പൂണും കൂടി ഇടുക. അങ്ങനെ 1 സ്പൂണാണ് നമ്മൾ മസാലപ്പൊടി എടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി 1 സ്പൂൺ ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അളവ് നോക്കിയിട്ട് ഈ ഗ്രേവിയിലും നമുക്ക് കുറച്ച് ഈ മസാലയിലും ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂണ്. നമ്മൾക്ക് തൈര് ഒരു 2 സ്പൂണും കൂടി ഒഴിച്ചിട്ട് നമ്മൾക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാവും. നമ്മൾക്ക് കായ അരിഞ്ഞ് വെച്ചതിട്ട് ഈ മസാലയിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമ്മൾ വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചിരിക്കുന്നത്. എന്നാലും വെള്ളം വന്നത് കണ്ടോ? ഈ വെള്ളത്തോടുകൂടി നമ്മൾക്ക് ഈ കായയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെള്ളം കുറച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ കറി പോലെയല്ലേ വയ്ക്കുന്നത്. അതിൽ നമുക്ക് ഉപ്പ്, മുളക് എല്ലാം ഉണ്ടെന്ന് പാകത്തിനുണ്ടെന്ന് നോക്കാം. നമ്മളുടെ കായെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മളുടെ കറി തയ്യാറായിട്ടുണ്ട്. നമ്മളുടെ ഗ്രേവിയെല്ലാം തിക്കായിട്ടുണ്ട്. നമുക്കൊരു വേറൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കൂടെ വിവരങ്ങൾ അറിയിക്കൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കല്ലേ. അസ്സലാമു അലൈക്കും.